ഒരു അധ്യായമാണിത്. എന്നിട്ട് അദ്ദേഹം എഴുതിയേക്കുന്നൊരു വാചകം, ഇത് എനിക്കറിയാവുന്നൊരു കഥയായിരുന്നു. അത് കഥയിൽ അല്പം വ്യത്യാസമുണ്ട്. പഴയ കഥയാണ്, 70കളിലോ 80കളിലോ നടന്ന സംഭവമാണ്. അപ്പം വയനാട് തമ്പാനും കുറേ പേരെ കൊന്നിട്ടുണ്ട്. ഈസിയായിട്ട് കൊല്ലും, ആരെയും കൊല്ലും. കൊല്ലണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊന്നിട്ട് തിരിച്ച് വന്നിട്ട് ഊണൊക്കെ കഴിക്കാം. അതൊക്കെയാണ് അന്നേരം എഴുതിയിരിക്കുന്നത്. അതൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. എന്നിട്ട് ഒരു ദിവസം ആറ്റി കുളിച്ചിട്ട് ഇങ്ങോട്ട് കയറി വന്നപ്പോഴത്തേക്ക് ഏതോ ഒരു CPM കാർ അതുവഴി കണ്ട് പോയതാണ്. എടാ ഇത് വയനാട് തമ്പാനല്ലേ, കൊന്നു കളഞ്ഞു ഓൺ ദ സ്പോട്ട്. അപ്പോൾ വയനാടൻ തമ്പാൻ്റെ അമ്മ പറയുന്നൊരു വാചകം അതാണ് വളരെ വളരെ ഹൃദ്യമായ മനോഹരമായ, ഹൃദയം മനസ്സ് നോന്ന് എഴുതുന്നതാണ്. ഇതൊക്കെ എഴുതുക എന്നൊക്കെ പറഞ്ഞാലേ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ കണ്ണൂരിലെ രാഷ്ട്രീയം ഒത്തിരി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. എല്ലാ ആഴ്ചയിലും ഞാൻ കണ്ണൂരിൽ പോകും. ബോംബുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ബോംബുകൾ ഉണ്ടാക്കുന്നവരോട് എൻ്റെ മുറി ഒന്ന് സംസാരിച്ചിട്ടുണ്ട്. ഭയങ്കര നടുക്കമുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. എന്നിട്ട് അദ്ദേഹം എഴുതിയേക്കണ്ട അമ്മ, വയനാടൻ തമ്പാൻ്റെ അമ്മ പറഞ്ഞു, എനിക്ക് അവൻ്റെ ബോഡി കണ്ട് എത്ര അമ്മമാരുടെ കണ്ണുനീര് വീഴ്ത്തിയവനാണ് എൻ്റെ മകൻ, എനിക്ക് അവൻ്റെ ബോഡി കണ്ടെന്ന് അമ്മ പറയുന്നു. KT ജയകൃഷ്ണനെ കൊല്ലുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഞാൻ KT ജയകൃഷ്ണനോട് സംസാരിച്ചതാണ്. നല്ല മാന്യായ ആള്. ഒരാഴ്ച ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ റിയാസിലേക്ക് വരാം. അതിനു മുമ്പ് കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനി കണ്ണൂരിൽ നിന്ന് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സതീശൻ പാച്ചേനി, RSS നേതൃത്വം ഗുണപരമായ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന്. ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് കണ്ണൂരിൽ സമാധാന നീക്കങ്ങൾക്ക് രണ്ട് പാർട്ടികളും BJPയും CPM തയ്യാറാകുന്നില്ല എന്നാണല്ലോ. അതായത് സമാധാനം വേണം എന്ന് അവർ ആഹ്വാനം ചെയ്യുന്നില്ല, പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതേ ഉള്ളൂ എന്ന്. RSSന്റെ ഇപ്പോഴത്തെ ഈ പുതിയ തീരുമാനവും ഈ പ്രഖ്യാപനവും എങ്ങനെ? അല്ല, ഗോപാലൻകുട്ടി മാഷ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രാന്ത കാര്യവാഹ്. അദ്ദേഹം ഇതിനു മുൻപ് തന്നെ അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ള കാര്യമാണിത്. ഇത് ഞാൻ ഇന്ന് പുതുതായിട്ടൊരു വെളിപ്പെടുത്തൽ നടത്തുകയല്ല. അദ്ദേഹം 3-4 ദിവസം മുമ്പ് ഞാൻ അദ്ദേഹമായിട്ട് ഇന്ന് സംസാരിച്ചു. ഇന്ന് കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവന വന്നതിന് ശേഷം BJP നേതൃത്വം പറഞ്ഞത് എന്താണ്? അതായത് കോടിയേരി ബാലകൃഷ്ണൻ നടത്തുന്ന പ്രസ്താവന BJPയും RSSനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പ്രസ്താവനക്ക് MT രമേശ് ഒരു മറുപടി പറഞ്ഞു. രമേശിന്റെ മുഴുവൻ ടെക്സ്റ്റ് എന്താണെന്ന് ഞാൻ വായിച്ചിട്ടില്ല, കണ്ടിട്ടില്ല. പത്രസമ്മേളനത്തിൽ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പറയുന്ന മറുപടി, ആ മറുപടിയല്ല നയം. അല്ല, ഞാൻ അതൊന്ന് ഇടപെട്ട് പറഞ്ഞോട്ടെ. ഇപ്പോൾ അല്ല, കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയെ MT രമേശ് കണ്ടത് ഒരു വെല്ലുവിളിയുടെ രൂപത്തിലാണ്. കാരണം വെല്ലുവിളിക്കുകയായിരുന്നു, ചർച്ചയ്ക്ക് തയ്യാറാണ്, വേണമെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ, അങ്ങനെ മുഖ്യമന്ത്രി അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തുമെന്ന്. പക്ഷേ താങ്കളും RSS നേതൃത്വം കണ്ടത് അങ്ങനെയല്ല, അത് ക്രിയാത്മകമായ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയോടല്ല ഞാൻ പ്രതികരിക്കുന്നത്. RSSന്റെ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി ശ്രീ ഗോപാലൻകുട്ടി മാഷ് 2-3 ദിവസം മുമ്പേ അദ്ദേഹം പത്രസമ്മേളനം നടത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. ശരി, ഞാൻ റിയാസ് വരാം. അതിനുമ്പ് സതീശൻ പാച്ചേനി, എന്താണ് പറയുവാനുള്ളത്? RSS നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന്. ഇനി ആരാണ് ഇതിൽ മുൻകൈ എടുക്കേണ്ടത്? മുഖ്യമന്ത്രിയല്ലേ? ഒരു നിമിഷം മുമ്പേ ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഈ കൊലപാതക രാഷ്ട്രീയം, മനുഷ്യത്വരഹിതമായ, ഇവിടെ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് BJP ആവട്ടെ, CPM ആവട്ടെ, മറ്റുള്ളവരാവട്ടെ, അവർക്ക് സ്വയമായി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം കണ്ണൂരിലുള്ളത് അങ്ങേയറ്റം ദുഃഖകരമാണ്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്ന നിലക്ക്, പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ വിഷയം കൂടി ഇതിനകത്തുള്ളത് കൊണ്ട് മുഖ്യമന്ത്രി മീൻസ് ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചീഫ് മുഖ്യമന്ത്രിയാണല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്നത് ആ ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് ഈ ആയുധം താഴെ വെക്കാൻ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും, പ്രധാനമായും ഇവിടെ CPM-ഉം BJP ആണല്ലോ ഇപ്പൊ ഏറ്റുമുട്ടുന്നത്, പ്രത്യേകിച്ച് ആ രണ്ട് പാർട്ടിയുടെ നേതാക്കന്മാർ ഈ ആയുധം താഴെ വെക്കാൻ അണികളോട് പറയുകയും ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് ഇന്ന ദിവസം ചർച്ചയ്ക്ക് തയ്യാറാണ്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഒരു ചെറിയ അനക്കമുണ്ടായാൽ എല്ലാവരും സഹകരിക്കും. ആരാണ് ഇവിടെ സഹകരിക്കാത്തത്? BJP സഹകരിക്കും, CPM സഹകരിക്കും. സഹകരിക്കാതിരിക്കാൻ കഴിയില്ല. സതീശൻ പാച്ചേനി, കണ്ണൂരിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്യാതെ നേതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആക്ഷേപം കോൺഗ്രസിനുമുണ്ടോ? തീർച്ചയായിട്ടും ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ സമീപകാലത്ത് കൊലപാതകം നടന്ന ഈ പ്രദേശത്ത് അതിനിടയിൽ ചില കോൺഗ്രസ്സുകാരുടെ വീട്ടിലും അക്രമം നടന്നപ്പോൾ ഞങ്ങൾ നേതാക്കന്മാർ അവിടെ പോയി ആ വീടുകളിൽ ഒക്കെ കണ്ടു. അവിടത്തെ ഒരു സാഹചര്യം എന്താണെന്ന് പറഞ്ഞാൽ, മുൻകൂട്ടി പോലീസിന് ഇൻഫർമേഷൻ കൊടുക്കുന്നു, ഇന്ന വീട് ആക്രമിക്കാൻ പോവുകയാണ്. അപ്പൊ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. അക്രമം എല്ലാം കഴിഞ്ഞിട്ട് പോലീസ് പറയുന്നത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പൂർണ്ണമായും അടിച്ചു തകർക്കപ്പെട്ട ഒരു വീട്ടിലെ ഒരു വീട്ടമ്മയോട് പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ആകെയുള്ളത് ഒരു ലാത്തിയാണ്,
ഇതുകൊണ്ട് സംഘടിതമായി വരുന്ന ഒരു ആയുധ ശേഷിയുള്ള ഒരു സംഘത്തെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് എന്ന് നിസ്സഹായത പ്രകടിപ്പിക്കുന്നു. IG പറയുന്നു ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, രണ്ടു കൂട്ടരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നുകൊണ്ട് മുന്നോട്ട് പോയാൽ എന്ന് IG നിസ്സഹായത പറയുന്നു. ഇവിടെ ആരാണപ്പോ ഇത് നിർത്താൻ പറയേണ്ടത്? മുൻകൈ എടുക്കുന്നത് ഗവൺമെന്റ് അല്ലേ? ആ ഗവൺമെന്റ് വളരെ പിറകോട്ട് ഇത് പോയി, ഇത് തുടരാൻ അനുവദിച്ചു. ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ അതിന് മുൻകൈ എടുക്കുന്ന CPM. സ്വാഭാവികമായിട്ടും CPM-ഉം ഗവൺമെന്റ് ഭാഗത്ത് തന്നെയാണ് ഈ വിഷയത്തിൽ ആദ്യത്തെ പ്രതികരണവും പിന്നെ അതുപോലെ തന്നെ നടപടികളും ഉണ്ടാകേണ്ടത്. അത് വളരെ വൈകിപ്പോയി. ഇനിയെങ്കിലും ഒരു നിമിഷം മുമ്പേ അവർ മുന്നോട്ട് വരണം എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന മുഖ്യമന്ത്രി മടിക്കുകയില്ല എന്ന കാര്യം ഉറപ്പിച്ച് പറയാവുന്നതല്ലേ? ഒരു യുവ നേതാവ് എന്ന നിലയിൽ താങ്കൾക്ക് ഈ അഭിപ്രായ പ്രകടനം നടത്താമല്ലോ. എത്രയും പെട്ടെന്ന് കണ്ണൂരിൽ സമാധാന യോഗം വിളിച്ചുകൂട്ടാൻ മുഖ്യമന്ത്രി തയ്യാറാകുമെന്ന്. മഞ്ജുഷ, അതിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ മുരളീധരൻ ഉത്തരവാദിത്തപ്പെട്ട BJP-യുടെ നേതാവാണ്. BJP-യുടെ ദേശീയ തലത്തിൽ തന്നെ നേരത്തെ പ്രവർത്തിച്ച, ഇനി പ്രവർത്തിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ ചെയ്യുന്നുണ്ട്. അതിനൊന്ന് സമയം തരണം. ഒന്ന്, RSS ഞാൻ പറഞ്ഞ വർഗീയ കലാപങ്ങളിൽ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ടുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അത് പിന്നെ ഇപ്പോൾ നേരെ ഉണ്ടാവില്ല, ശേഖരിക്കുക, പിന്നെ ശേഖരിച്ച, എനിക്ക് പിന്നെ വേണ്ട, ഇപ്പം തന്നെ ഞാൻ ഒരു 5 എണ്ണം പറയാം. രഗ്ബാർ ദയാൽ കമ്മീഷൻ, ഷോലാർപൂർ മഹാരാഷ്ട്ര കമ്മീഷൻ, റിയാസ് ഈ പറയുന്നത് അതേ രഗ്ബാർ ദയാൽ ചോദ്യം ചെയ്യാൻ ഈ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ കോടതി കയറ്റാൻ നിങ്ങൾ അവിടെ വിശദീകരിക്കുന്നത് ഇത് ശരിയല്ല. അല്ലല്ല, ഇത് ശരിയാണ്. ഇതാണ് നിങ്ങളുടെ നയം. ഇത് നിങ്ങളെ എന്തൊക്കെ പറഞ്ഞിട്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാലും ഈ പറയുന്നത് പേപ്പർ എടുത്ത് കാണിക്ക്. റിയാസ് ഈ 5 എണ്ണം പെട്ടെന്ന് അല്ല 5 എണ്ണം പെട്ടെന്ന് പറഞ്ഞോളൂ. വി മുരളീധരൻ, ഞാൻ പറയട്ടെ ഒരു കാര്യം, 5 എണ്ണം പെട്ടെന്ന് പറഞ്ഞോളൂ. വി മുരളീധരൻ ഇപ്പോൾ തന്നെ പറയുകയുണ്ടായി ഇതെല്ലാം ഞാൻ നിഷേധിക്കുമെന്ന്, ഇതെല്ലാം നിഷേധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലും പറഞ്ഞോളൂ. അല്ല നിഷേധിക്കല്ല, അല്ല ഇത് ജനാധിപത്യപരമായി ചർച്ച പറയുകയാണ്. അദ്ദേഹമാണ് ഇങ്ങോട്ട് പറഞ്ഞത് ഇപ്പൊ ശേഖരിക്കാൻ നേരമില്ല, ഞാനിത് മനപ്പാടാക്കിയ ആളാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇത് ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ അദ്ദേഹത്തിന് പറയാം. DP മെഡോൺ കമ്മീഷൻ, ഭുവണ്ടി ജാൽഗോൺ വർഗീയ കലാപം 970. ഇനി വേണ്ട, അദ്ദേഹം തലശ്ശേരിയിലായിരുന്നല്ലോ. തലശ്ശേരിയിലെ ജോസഫ് വിധേയത്തിൽ കമ്മീഷൻ CPM-നെ പരാമർശിച്ചിട്ടുണ്ട്, RSS-നെ പരാമർശിച്ചിട്ടുണ്ട്. CPM-നെ പരാമർശിച്ചത് സമാധാനത്തിന് വേണ്ടി നിലകൊണ്ടു വന്നതാണ്. എന്നാൽ RSS-നെ പരാമർശിച്ചത് വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിച്ചു എന്നാണ്. ജിതേന്ദ്ര നാരായണ കമ്മീഷൻ, ഏപ്രിൽ 979. ജസ്റ്റിസ് VS ദാവെ കമ്മീഷൻ, ശ്രീകൃഷ്ണ കമ്മീഷൻ റിപ്പോർട്ട്, RH ഹീര മാൻസിംഗ് ഉത്തർപ്രദേശ് കമ്മീഷൻ, ബഗൽപൂർ കലാപം, പാവപ്പെട്ട ന്യൂനപക്ഷങ്ങളെ കശാപ്പ് ചെയ്ത ബഗൽപൂർ രാമാനന്ദ് പ്രസാദ് കമ്മീഷൻ. ഇത്രയും കമ്മീഷൻ ഇപ്പൊ പറയാം. ഇന്ത്യയിലെ വർഗീയ കലാപങ്ങളിൽ RSS-ന് പങ്കുണ്ട് എന്ന് ഇതിനപ്പുറത്തേക്ക് നിരവധി കമ്മീഷനുകളിൽ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ഡിവൈഎഫ്ഐക്കാരനാണ്, പാർട്ടി ക്ലാസ്സിൽ പഠിപ്പിച്ചത് അക്ഷരം വിടാതെ ഒറ്റ ചോദ്യം അല്ല വളരെ ബഹുമാനത്തോടെ ഒരു ചോദ്യം, ഒറ്റ ചോദ്യം ബഹുമാനത്തോടെ. ഇന്ന് അങ്ങയുടെ പാർട്ടിയുടെ ശ്രീ അമിത് ഗുജറാത്തിൽ അല്ല ഞാനൊന്ന് പറയട്ടെ ഇന്ന് അങ്ങയുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ അമിത് ഷായെ എന്തിന് ഗുജറാത്തിൽ നിന്നും നാട് കടത്തി കോടതി പറഞ്ഞു? ഗുജറാത്ത് വംശീയ ഹത്യയിൽ അമിത്ഷായുടെ റോൾ എന്താണ്? ശിക്ഷിച്ചോ? അങ്ങനെയാണെങ്കിൽ കോടിയേരി ബാലകൃഷ്ണനെതിരായിട്ടുള്ള അതുപോലെ പിണറായി വിജയനെതിരായിട്ടുള്ള കുറ്റങ്ങൾ നിങ്ങൾ എന്താ ഒന്നും പറയണ്ട. വംശഹത്യയാണ് എന്ന് പറയുമ്പോൾ ശ്രീ സതീശൻ പാച്ചേനി, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെങ്കിൽ ശ്രീ സതീശൻ പാച്ചേനി, കണ്ണൂരിൽ സമാധാനമാണ് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ, അല്ലാതെ ഇത്തരത്തിലുള്ള പരസ്പരമുള്ള പഴിചാരലാണോ? അല്ല, ഇവിടെ മഞ്ജുഷേ, നമ്മൾ ഈ ചർച്ചയിലൊക്കെ പങ്കെടുത്ത് സമാധാനത്തിന് വേണ്ടി മുറവിളി കൂട്ടുമ്പോഴും കണ്ണൂരിൽ CPM-ന്റെയും BJP-യുടെയും ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അക്രമോത്സുകത രാഷ്ട്രീയം അണികളിൽ കുത്തിവെച്ച് പരസ്പരം ഏറ്റുമുട്ടി
ഞങ്ങളൊട്ടും മോശക്കാരല്ല. അതിനകത്തൊരു രാഷ്ട്രീയം CPM നുണ്ട്, BJPക്കുണ്ട്. CPM-ന് BJP-യോട് എതിർക്കാൻ ഞങ്ങളാണ് യോഗ്യർ, ന്യൂനപക്ഷ സമൂഹത്തെ കൂടെ നിർത്തുക. BJP ആണെങ്കിൽ ഞങ്ങൾ ഫൈറ്റ് ചെയ്യാൻ മിടുക്കന്മാരാണ്, അതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കൂ. ഈ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവിടെ എത്രയാണ് ഓരോ ദിവസവും പിടിക്കുന്ന ബോംബ്, പിടിക്കാത്ത ബോംബുകൾ ഒരുപാടുണ്ട്, പിടിക്കുന്ന ബോംബുകളും ആയുധങ്ങളും ഇതിവിടെ ഉണ്ടാക്കുകയാണ്, മറ്റു സ്ഥലത്ത് കടത്തിക്കൊണ്ടുവരികയാണ്. അപ്പൊ ഇതൊക്കെ നിർത്താതെ കൊണ്ടു നടക്കുന്ന ഈ രണ്ട് പാർട്ടികളും യഥാർത്ഥത്തിൽ എന്താണ് ഈ കണ്ണൂരിലെ അവരുടെ പാർട്ടിയുടെ പ്രാദേശികമായ ഒത്തിരി നേതാക്കന്മാരുടെ പ്രവർത്തകന്മാരുടെ അവസ്ഥ? പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത, സ്വതന്ത്രമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ഈ കൊല നടത്തുന്ന കൊട്ടേഷൻ ടീമാണ്. രണ്ട് പാർട്ടികളും പോറ്റി വളർത്തുന്ന കൊട്ടേഷൻ ടീമുകളാണ് കൊല നടത്തുന്നത്. അവർ സുരക്ഷിതരാണ്. സമീപകാലത്ത് കൊല്ലപ്പെട്ട രണ്ട് പാർട്ടിയിലെയും നേതാക്കന്മാർ ജനസ്വീകാര്യരും അവിടെ പൊതുസമൂഹത്തിന് വളരെയധികം മതിപ്പുള്ളവരുമാണ്. ആ കുടുംബം അനാഥമായി എന്നതിനപ്പുറത്തേക്ക് ഇവിടെ ഒന്നും അവർക്ക് നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് ഈ ഏറ്റുമുട്ടലും ഈ പരസ്പര ആരോപണവും അവിടെ നിർത്തി അതിനകത്ത് യഥാർത്ഥത്തിൽ മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലക്കാരനാണ് മുഖ്യമന്ത്രി എന്നുള്ളത് കൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം വളരെ കൂടുതലാണ്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഒരു മൗനം, ഈ അക്രമം ഇങ്ങനെ നടന്നോട്ടെ എന്ന രൂപത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. അതുകൊണ്ട് കണ്ണൂരുകാരനായ മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അദ്ദേഹം നേരിട്ട് ചർച്ചയിലേക്ക് വരുന്നില്ലെങ്കിലും ഗവൺമെന്റിന്റെ പ്രതിനിധിയെ കൊണ്ട് കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി ഈ അക്രമം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള നിലപാടെങ്കിലും ഈ സമയം വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയുമ്പോഴല്ലേ മറ്റുള്ളവർ സഹകരിക്കുക. ശരിയാണ് ശ്രീ സതീശൻ പാച്ചേനി. ദയവായി അല്പനേരം കൂടി ടെലിഫോൺ ലൈനിൽ തുടരുക, ഒരു ഇടവേള വേണം. അതുകൊണ്ടാണ് ഇന്നും മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും മുഖ്യമന്ത്രി ഒരു മറുപടിയും പറയാതെയാണ് പോയത്. മുഖ്യമന്ത്രിയുടെ മൗനം എത്ര നാൾ തുടരാൻ കഴിയും? ഇടവേളയ്ക്ക് ശേഷം.